പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയൻ അർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്ത് വരികയാണ്. കാര്യം നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടു, എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയുമെന്ന് പറയുന്നവനെ കണ്ടു. അവനൊരു കുഷ്ഠരോഗി നിരാലംബനായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് എനിക്കാരുമില്ലെന്ന് പറയുന്ന ഒരു തലവാരോഗ്യനെയാണ്. ഈ തലവാരോഗ്യനെ കുഷ്ഠരോഗിയുടെ നടക്കുന്നുണ്ട്. അവനൊരു കാര്യം പറയും, എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. എബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ആൾക്കാർക്ക് ഇത് പുസ്തകത്തിലെ പശു പോലെയാണ് വചനങ്ങള്. അങ്ങനെയല്ല. ഈ വചനത്തെ നമ്മൾ അത് ആക്ടിവേറ്റ് ആകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വചനം നമ്മൾ ഓൺ ചെയ്തിട്ട് അതിൽ സ്നേഹം, പ്രത്യാശ, വിശ്വാസം, ഇത്രയും ഇൻഗ്രീഡിയൻസ്, തിയോളജിക്കൽ വെർച്യൂസ് അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുമ്പോഴാണ് വചനം ആനിമേറ്റ് ചെയ്യണത്. എല്ലാ വചനത്തിനും ആനിമേഷൻ ചെയ്യാൻ പറ്റും. അതിന് ജീവൻ കൊടുത്ത് ആത്മാവിനെ കൊടുക്കാൻ പറ്റും. വചനത്തെ ആത്മാവിനെ കൊടുത്തിട്ട് അത് മനുഷ്യ ജീവിതത്തെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യിക്കണത് എങ്ങനെയാണ്? വചനം ഒരു മീഡിയം ആക്കിക്കൊണ്ട്. അപ്പം വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ആ വചനം ദൈവമായിട്ട് നമുക്ക് അനുഭവിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ആ വചനത്തിൽ നമ്മൾ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യും, സന്നിവേശിപ്പിക്കുമ്പോഴാണ് അത് ആനിമേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾക്കതിൻ്റെ ഫലം തരുന്നത്. വചനത്തെ വിശ്വസിക്കാൻ മാത്രം പോരാ, വചനത്തെ സ്നേഹിക്കണം. വചനത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ, വചനത്തെ പ്രത്യാശിക്കണം. അപ്പോഴെന്താണ്? നമുക്കത് ഫീൽ ചെയ്യും. ഐ വിൽ നോട്ട് ഡിസോൺ യു. എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും നിന്നെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിൽ, നിന്റെ പാപാവസ്ഥയാകാം, നിന്റെ ഭക്തിക്കുറവാകാം. പക്ഷെ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു. ഞാൻ നിന്നെ ഒഴിവാക്കത്തില്ല ഒരു കാരണവശാലും. അത് പോരെ ജീവിക്കാൻ. അതിനാൽ ഏറ്റുപറഞ്ഞ്, വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പ്രശ്നം. ഒന്നുകൂടി പറഞ്ഞേ. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. വെറുതെ കൈയും വീശി നടക്കുന്നവർക്ക് വാഗ്ദാനമില്ല. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ച് നൽകും ദൈവം. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദാനമുണ്ട്. ഇപ്പം എന്തൊരു മനുഷ്യർ വചനം വായിക്കുന്നു, യുക്തിവാദികളും വചനത്തെ വിമർശിക്കാൻ വേണ്ടി ബുദ്ധിയും ബോധവും ഇല്ലാതെ കർത്താവിൻ്റെ വചനത്തെ അത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമില്ലാതെ വചനം വായിക്കുന്നത് പാപമാണ്. കാര്യത്തിൽ അങ്ങനെ വായിക്കാൻ വേണ്ടി എഴുതിയതല്ല ഇത്. ഒരാത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി, നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് വചനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമ 1:16 സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ശക്തി വിട്ടൊരു കളിയില്ല വചനം. കാര്യം രക്ഷ പോലും നമുക്ക് ലഭിക്കുന്നത് ശക്തിയാണ്. പക്ഷേ ഇത് വിശ്വാസമില്ലാത്തവൻ ഇത് വായിച്ച ആ ശക്തി ഫീൽ ചെയ്യത്തില്ല. അവൻ സാധാരണ വായിക്കണ പോലെ വായിക്കും. അതാണ് വിഷയം. എന്താ കാര്യം? വിശ്വാസം നൽകപ്പെടുന്നത്, വാഗ്ദാനം നൽകപ്പെടുന്നത് റോമ 4:16 എന്താ പറയണത്? വാഗ്ദാനം നൽകപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഗ്ദാനം നൽകപ്പെടുന്നത്. പക്ഷേ വാഗ്ദാനം നൽകണത് തിയറിയാണ്, ജ്ഞാനമാണത്. വാഗ്ദാനം നൽകണതും
വാഗ്ദാനം പ്രാപിക്കണതും രണ്ട് കേസാണ്. എത്രയോ 10,000-കണക്കല്ലേ വാഗ്ദാനം നൽകിയിരിക്കണത്, പക്ഷെ പ്രാപിക്കണത് എത്ര പേരാ? വാഗ്ദാനം പ്രാപിക്കണത് എങ്ങനെയാണ്? അത് അമ്മ പറഞ്ഞതുപോലെയാണ്. അത്യുന്നതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് ലൂക്ക 1:35 പറയുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും ഇത് വാഗ്ദാനമാണെന്ന്. പക്ഷെ വാഗ്ദാനം എങ്ങനെ പ്രാപിക്കണത്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുമ്പോഴാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. ശ്രുതികട്ടെ. ചേർന്ന് പാടാം. യേശുവേ ആരാധന. യേശുവേ ആരാധന. ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാവരണേ. നമ്മൾക്ക് വാഗ്ദാനം നൽകാം. വിശ്വാസമുള്ള എല്ലാവർക്കും വാഗ്ദാനം നൽകാം. പക്ഷേ വാഗ്ദാനം നൽകുന്നതും വാഗ്ദാനം പ്രാപിക്കുന്നതും രണ്ട് കേസാണ്. വിശ്വാസമുള്ള എല്ലാവർക്കും വാഗ്ദാനം നൽകാം. പക്ഷെ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? അടുത്ത ഘട്ടങ്ങളിലുള്ള സംഭവങ്ങളൊക്കെ വേണം. എന്താ വേണ്ടത്? വിശ്വാസം കൊണ്ട് നമുക്ക് വാഗ്ദാനം കിട്ടും. പക്ഷെ അത് പ്രാപിക്കണമെങ്കിലേ, അനുഭവയോഗ്യമാകണമെങ്കിലേ വേറെ രണ്ട് കാര്യം കൂടി വേണം. എന്താണത്? സ്നേഹം. അവിടെയാണ് സ്നേഹം വരണത്. പിന്നെ ഇതിൻ്റെ കാലദൈർഘ്യം വരെ കാത്തിരിക്കാനുള്ള യോഗ്യത, അങ്ങനെയാണ് പ്രത്യാശ വരണത്. കാരണം ദൈവം വാഗ്ദാനം തരുമ്പോൾ ആ ഒരു വാഗ്ദാനം പല പല ആവശ്യങ്ങൾക്കുള്ളതാണ്. അതിങ്ങനെ ഘട്ടമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവസാനത്തത് സംഭവിക്കണത് ചിലപ്പോൾ 40-ാമത്തെ കൊല്ലത്തായിരിക്കും സംഭവിക്കണത്. അപ്പം ഈ വാഗ്ദാനം പ്രാപിക്കുന്നതിന് എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് എന്ത് വേണം? എന്താ വേണ്ടത്? പ്രത്യാശ വേണം. ഈ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ടാവും, വിശ്വാസാക്രമണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതുകൊണ്ട് ആ പെട്ടെന്നുള്ള വാഗ്ദാനം പ്രാപിക്കുന്ന ആ ഒരു അതുകൊണ്ട് നമുക്ക് ലോങ് ടേണിൽ പ്രയോജനമില്ല. എന്താ കാര്യം? ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നു, യൂസ് ആൻഡ് ത്രോ ആയിട്ട് അത് പോകുന്നു. പക്ഷേ നിത്യതയ്ക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കാത്തിരുന്ന് പ്രാപിക്കണം. നിത്യതയ്ക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കാത്തിരുന്ന് പ്രാപിക്കണം. കാത്തിരുന്ന് വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ അവിടെ നമുക്ക് വിശ്വാസം മാത്രം പോരാ, അതിനെന്ത് വേണം? പ്രത്യാശ വേണം. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാര്യം എന്താണ്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പം കാത്തിരിപ്പ് എന്താ വേണ്ടത്? പരിശുദ്ധാത്മാവിന് വേണം. മനസ്സിലായില്ലേ? ഒരു കാര്യം പെട്ടെന്ന് നീ ഇപ്പം നിനക്ക് കല്യാണം കെട്ടണില്ല, അല്ലെങ്കിൽ കല്യാണം നിനക്ക് ഒക്കണില്ല, അല്ലെങ്കിൽ കടങ്ങൾ മാറണില്ല, അല്ലെങ്കിൽ നിനക്ക് വീട് വെക്കണില്ല, അങ്ങനെ നിൻ്റെ ജോലി ശരിയാകണില്ല എന്ന് നിനക്ക് പെട്ടെന്ന് നിനക്ക് ഈ സാധനം സാധിച്ചാൽ നിനക്ക് ആ ജോലി മാത്രം കിട്ടും. അതുകൊണ്ട് കാശ് കിട്ടും. കാശ് കൊണ്ട് വീട് വെക്കാം, ഗ്യാസ് ഭക്ഷണം കഴിക്കാം. പിന്നെ ഈശോ പറഞ്ഞ പോലെ അത് മറപ്പുരെ വിസർജിക്കുന്നു, തീരുന്നു. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളിലൊക്കെ ഒരു കുഴപ്പം അതാ. എപ്പോഴും വരണതിൽ അനുഗ്രഹം ലാഗ് ചെയ്യണം. എന്താ കാര്യം? അവിടെ പ്രത്യാശയുടെ കാത്തിരിക്കുന്ന അനുസരിച്ച് കൊണ്ട് എന്ത് പറ്റും? അതോടുകൂടി നമ്മൾ കുറേ ആ വിഷയത്തിൽ സമർപ്പണം. ഈ സമർപ്പണം കൊണ്ട് മാതാപിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞില്ലേ, അതാണ് സമർപ്പണം. അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രാഹത്തിന് സംഭവിച്ച പോലെ
ഒരു 10 കൊല്ലം കഴിഞ്ഞാണ് മറിയം പ്രഗ്നൻ്റ് ആകണമെങ്കിലും അതിന് വരെ മറിയം ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. എത്ര കാലം താമസിച്ചാലും അപ്പ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുകയാണ്. മറിയത്തിൻ്റെ സമർപ്പണത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടെന്നാണ് ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവചിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. അപ്പ എബ്രാഹത്തിനെ പോലെയല്ല, നീ എബ്രാഹത്തിനും കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എബ്രാഹാം ആ കാലത്ത് പോയി അല്പം താമസിച്ചപ്പോൾ വീട്ടുവേലക്കാരത്തെ പ്രാപിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഞാൻ കാണിക്കത്തില്ല. അപ്പൻ എത്ര കാലം താമസിച്ചാലും ഞാൻ ആ കാലമെല്ലാം കാത്തിരിക്കും. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. അത് സ്നേഹത്തെക്കാൾ വലുതാണ് സംഭവം. മരിയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണമെങ്കിൽ, യേശുവിനെ ദൈവത്തെ പഠിക്കണമെങ്കിൽ മരിയൻ കോളേജിൽ പഠിക്കാതെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാര്യം പഠിക്കാൻ പറ്റും, നമുക്ക് കിട്ടുന്ന തിയറിയാണ്. ഇതെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുന്നത്. മരിയൻ ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. സ്തോത്രം. യേശുവേ നന്ദി. അമ്മ മാതാവിനും തിരുമാനും 1000 നന്ദി അർപ്പിക്കുന്നു. ഇതെൻ്റെ മകനാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ എന്ന സ്ഥലത്ത് നിന്നുമാണ് വരുന്നത്. ഇത് എൻ്റെ മകനാണ്. ഞങ്ങൾ 2019 മാർച്ച് മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തത് ഞാനൊരു LP സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ ഒരു സീനിയർ അധ്യാപകൻ എൻ്റെ കയ്യിലൊരു പത്രം തരികയും ഇത് വായിക്കണമെന്ന് പറയുകയും ചെയ്തു. അതിന് പ്രകാരം ഞാൻ ആ പത്രം, പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റിയില്ല, എൻ്റെ മേശയിൽ ഞാൻ ഇടുകയും വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മകൻ അപ്രതീക്ഷിതമായിട്ട് എന്നോട് പറയുകയാണ്, അമ്മേ നമുക്ക് കൃപാസനം എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം ഞാനും പറഞ്ഞു, ശരി മോനെ, എനിക്കൊരു പത്രം കിട്ടിയായിരുന്നു. ഞങ്ങൾ വളരെ വലിയ പ്രയാസത്തിലിരിക്കുന്ന സമയമാണ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു 13 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അങ്ങനെ വളരെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട്, ഇതൊക്കെ അനുഭവിച്ച് ഞങ്ങൾ ഇങ്ങനെ കഴിയുന്ന കാലം. മകനൊരു ജോലിയില്ല. എനിക്ക് 3 മക്കളാണുള്ളത്. ഇത് മൂത്ത മകന്, ഇതിന് മൂത്തതൊരു മകളാണ്. അവരുടെ കാര്യം ഒന്നും എത്തിയില്ല. പിന്നെ അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി, ഞാനും മകനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 13 വർഷമായി വിൽക്കാൻ വെച്ചിരുന്ന ഒരു വസ്തു, അത് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ നിയോഗത്തിൽ അതിൽ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വസ്തു ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ട് വിൽക്കുവാൻ സാധിച്ചു. അതിന് അമ്മ മാതാവിനെ നന്ദി കരയേറ്റുന്നു, തിരുകുമാരന് നന്ദി. പിന്നീട് അടുത്തത് എൻ്റെ മകളുടെ വിവാഹകാര്യമായിരുന്നു വെച്ചത്. അതിനു മുമ്പ് തന്നെ മോന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മോന് ചെറിയ ഒരു ജോലി ലഭിച്ചു. ജോലിയായിരുന്നു വെച്ചത്, അതും വെച്ചായിരുന്നു, അതിൽ ലഭിച്ചു. പിന്നെ എൻ്റെ മകളുടെ വിവാഹകാര്യം വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി എൻ്റെ ഒരു ബന്ധു തന്നെ കല്യാണം ആലോചിച്ചു. ഞങ്ങൾ വിചാരിച്ച് നല്ല കല്യാണമായിരിക്കുമല്ലോ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എന്തോ അത് ഞങ്ങൾക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ അത് ഞങ്ങൾക്ക് ശരിയായില്ല. അവർ ഒരു പ്രത്യേക ആൾക്കാരായിരുന്നു. ചെന്നതിന് ശേഷമാണ് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടത്. അങ്ങനെ മകൾക്ക് അവിടെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും ഞങ്ങൾ ആ കൊറോണ സമയമായിരുന്നു. മോൾ ഇതൊന്നും എന്നോട് പറയുന്നില്ല. അങ്ങനെ സാഹചര്യത്തിൽ അവർക്ക് അവിടെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുകയും ആ പയ്യനെ വേറൊരു ലൈനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ
പിന്നെ അവിടെ ചെന്ന് എൻ്റെ മകളെ അവിടെ നിന്ന് പോകുവാൻ ഇങ്ങോട്ട് വരാൻ, അമ്മ ഞാനിവിടെ തന്നെ നിന്നോളാം, അമ്മയ്ക്ക് പ്രയാസമല്ലേ, ഇത്രയും കഷ്ടപ്പെട്ടല്ലേ എന്നെ കല്യാണം കഴിച്ച് വിട്ടത് എന്നൊക്കെ മകൾ പറയുകയുണ്ടായി. എങ്കിലും ഞങ്ങൾ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്ന് അപ്പോൾ അവിടെ വീട്ടിൽ ചെന്നപ്പോഴേ ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന് ആ കുടുംബത്തിലെ അമ്മയോടും അപ്പനോടും ചോദിച്ചപ്പോഴവർ പറഞ്ഞു ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചോദിച്ച മകളല്ല, മകൾ എംടെക് വരെ പഠിച്ച മകളാണ്, വളരെയധികം പിന്നെ അറിവുള്ള മകളാണ്, പക്ഷേ അവരുടെ ആ സ്റ്റാറ്റസിന് അനുസരിച്ച് ഒരുങ്ങുന്നില്ലായിരിക്കാം, അങ്ങനെയൊക്കെ അവർ പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഒരു മാസമേ ആയുള്ളൂ. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അവളെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല, അവൾ അത്രയ്ക്ക് പ്രയാസം അവിടെ അനുഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഞങ്ങളെ അവിടെ നാട്ടി ഇറക്കി വിടുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് കോടതിയിലൊക്കെ പോയി ആ കൊറോണ സമയത്ത് ഞങ്ങളിവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു, മകളെടുത്തു, ഈ മകനെടുത്തു, വീണ്ടും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്നും മോചനം ലഭിച്ചു. എൻ്റെ മകൾക്ക് അതിൽ നിന്നും വലിയ വിടുതൽ അവിടുന്ന് വരാൻ സാധിച്ചു. പേപ്പേഴ്സ് എല്ലാം കോടതിയിൽ പോയി ശരിയായി. അപ്പോഴാണ് മകൾക്ക് കാനഡയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അവൾ ഇത്രയും പഠിച്ചതല്ലേ, ഇനി എന്ത് ചെയ്യും അമ്മേ എന്നുള്ള എന്നോട് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു മകളെ IELTS എഴുതാൻ, അതും ഇവിടെ നിയോഗം വെച്ചു. ആദ്യം തന്നെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴേ ആദ്യം തന്നെ നിയോഗം വെച്ചതിൽ IELTS അവൾ ആദ്യം തന്നെ പാസ്സായി. പിന്നെ അങ്ങനെ അവൾക്ക് കാനഡയിൽ പോകാൻ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ആദ്യം റിജക്ഷനായി. രണ്ടാമത് ഞാനിവിടെ വന്ന് റിജക്ഷൻ ആവുമല്ലോ, ഇനി ഒരാഴ്ചയെ സമയമുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്നു. പിന്നെ മാതാവിനോട് അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകൾക്ക് ഇനി ഒരു വഴി കാണിച്ചു കൊടുക്കണമേ, ഒരു ദേശം കാണിച്ചു കൊടുക്കണമേ, പുതിയൊരു നാമം കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം അവൾക്ക് ഇവിടെ ഈ മനുഷ്യരെ ഫേസ് ചെയ്യാൻ അത്രയ്ക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് കരഞ്ഞ് വീട്ടിൽ ചെന്ന് അന്ന് കിടന്നുറങ്ങി. മകൾ തിരുവനന്തപുരത്തായിരുന്നു ജോലി. അവൾ വെളുപ്പിനെ 4 മണിക്ക് എന്നെ വിളിക്കുകയാണ്, അമ്മയെ എൻ്റെ വിസ എനിക്ക് അടിച്ചു വന്നു. അമ്മ ഞാനിവിടെ ഇരുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന രാത്രി മുഴുവനും ചൊല്ലുകയായിരുന്നു. ഞാനും അങ്ങനെ മുട്ടുമ്മേ നിന്ന് ഞാനും മകനും എൻ്റെ കുടുംബവും പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ ഒരാഴ്ച കൊണ്ട് മകൾക്ക് കാനഡയിൽ എത്തിച്ചേരുവാനും ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോലി പ്രാർത്ഥിച്ച് അതും കിട്ടി. എൻ്റെ അങ്ങനെ വലിയ അനുഗ്രഹം മാതാവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. കാരണം കഷ്ടപ്പാടിൻ്റെ നടുവിൽ ഒരു വിധവയായ സ്ത്രീയെ ഇത്രയേറെ ഉയർത്തുവാൻ മാതാവിന് കഴിയുമെന്ന് ഞാൻ വളരെയധികം സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം ഒന്നും എത്താത്ത കുഞ്ഞുങ്ങൾ, പിന്നെ മനുഷ്യർ പഴിച്ച് നാണക്കേടുണ്ടാക്കുന്ന ജനങ്ങൾ, ഇവരുടെ മുന്നിൽ എന്നെ നിലനിർത്തിയ വലിയ കരുണയ്ക്കായി മാതാവിൻ്റെ മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം ഞങ്ങൾക്ക് അതിലൂടെ ലഭിച്ചത്, അപ്പോഴേ എനിക്ക് ഇത്രയും പ്രയാസമുണ്ടായപ്പോഴേ അച്ഛൻ്റെ ടോക്കുകളും പ്രസംഗങ്ങളും എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോഴേ അച്ഛൻ ഒരു അവസരത്തിൽ പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചതിന് ശേഷം മാത്രമേ അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ ഇത് തരണോ അത് തരണോ അതല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന ഇടയ്ക്ക് അങ്ങനെയായി. അതുകൊണ്ടാണ് എനിക്കിതെല്ലാം സാധിച്ചത് എന്ന് ഞാൻ ഇന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. അങ്ങനെ ഞാൻ പിന്നെ ഇന്ന് എൻ്റെ ജീവിതം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വളരെയധികം ആത്മീയമായിട്ട് ഒരു ചിട്ടയായ ഒരു ജീവിതം എനിക്ക് നയിക്കുവാൻ സാധിക്കുന്നു. കൃപാസനം മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റോസിലി. ഞാൻ മലപ്പുറം ജില്ലയിൽ സെൻറ്റ് ജോസഫ് ചർച്ച് കുറ്റിപ്പുറം ദേവാലയത്തിന് ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2022 നവംബർ 11 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കൃപാസനത്തെക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട് എങ്കിലും അത്രമാത്രം തീഷ്ണത എനിക്കില്ലായിരുന്നു. പ്രാർത്ഥന മതിയല്ലോ എന്ന ഒരു ചിന്താഗതി മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അനുഭവം എന്നെ ഇവിടെ എത്തിച്ചു. ഒന്നാമതായിട്ട് ഇത് എൻ്റെ മകളുടെ ഭർത്താവ്, അവളുടെ കുട്ടി, മോനിപ്പോൾ 4 വയസ്സായി. അവന് ഉണ്ടായപ്പോൾ മുതലേ തന്നെ അസുഖങ്ങളായിരുന്നു. പക്ഷേ
9 മാസം ആയപ്പോൾ അവന് പനിച്ചു. അതിനുശേഷം അവന് ഫിക്സ് ഉണ്ടായി. പിന്നെ തുടർച്ചയായിട്ട് അവന് പനി വരികയും ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരികയും ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങൾ പോയി, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. പക്ഷേ അവന് മാസത്തിൽ 2 പ്രാവശ്യം പനി. ആ 2 പ്രാവശ്യം എന്ന് വെച്ചാൽ 1 മാസം മുഴുവനുമാണ് അതിൻ്റെ കേട്. പനി, ഛർദി, പിന്നെ ചുമ. അത് ഈ 1.5 വയസ്സായപ്പോൾ അവനൊരു ചുമ തുടങ്ങിയിട്ട് നീണ്ട 6 മാസക്കാലത്തോളം ചുമയായിരുന്നു. രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. ഇത് കണ്ടു നിൽക്കാൻ വയ്യാഞ്ഞിട്ട് ചുമച്ച് കുട്ടി ഇങ്ങനെ കഴുത്ത് കുത്തി പോകും. ഡോക്ടേഴ്സിനും പിടുത്തം കിട്ടുന്നില്ല ഇത് എന്താണെന്ന് ഓർത്തിട്ട്. അവസാനം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടുമ്പടി എടുത്ത് തിരിച്ച് ചെന്ന് അന്നും അവന് രാത്രിയിൽ പനിയും ഛർദിയും വല്ലാണ്ടുണ്ടായി. അപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി അവന് ഉപ്പ് നൽകുകയും തൈലം അവൻ്റെ ജോയിൻ്റ് ഭാഗങ്ങളിലൊക്കെ തൂക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെയും അവൻ ചുമച്ചിട്ടില്ല. പനിയുടെ തീവ്രത കുറച്ച് നാളത്തേക്ക്